ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് സച്ചി. എത്രയും പെട്ടെന്ന് നീ ദേവുവിനെ കോളേജിലേക്ക് പറഞ്ഞയക്കി, ദേവുവിന് ഇവിടെ നിർത്തണ്ട. നിനക്കറിയാലോ, ആ പെണ്ണ് വരാനൊന്നും പോകുന്നില്ല. ആ പെണ്ണ് വന്നില്ലെങ്കിൽ എല്ലാവരും കൂടി ദേവുവിനെ പിടിച്ച് അവൻ്റെ തലയിലാക്കും. നിനക്ക് അനുഭവം ഉണ്ടല്ലോ, നമ്മൾ രണ്ടുപേരെയും ഗതി അവർക്ക് വരും. അതുപോലെ തന്നെ ശ്രീകാന്തിനോട് ഇവിടെ നിന്ന് മാറാൻ പറയണം. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പെണ്ണ് വന്നാൽ ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് ആ പെണ്ണ് വന്നാൽ ശ്രീകാന്തിൻ്റെ തലയിൽ ആ പെണ്ണിനെയും പിടിച്ച് കെട്ടിക്കും. അങ്ങനെ ഇനി ഇവിടെ നടന്നു പോകുന്നത്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ദൈവത്തെ ഓർത്ത് നീ അങ്ങനെ ചെയ്യ്, ഞാൻ എന്തായാലും പോകണ്, ആ പെണ്ണ് വന്നാൽ നീ എന്നെ വിളിക്കുന്നു പറഞ്ഞിട്ട് അമ്മ ഞാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ അമ്മനോട് യാത്രയൊക്കെ പറഞ്ഞ് സച്ചി പോകും. എന്തായാലും സച്ചിയുടെ അതുപോലെ തന്നെയാണ് ദേവും പറയുന്നത്, കല്യാണം മുടങ്ങണം, ആ പെണ്ണ് വരരുത്, അങ്ങനെയൊക്കെ ദേഷ്യത്തോടെ തന്നെയാണ് പറയുന്നത്. ഇതേ സമയം തന്നെ ചന്ദ്രയെ ആകെ വരികിനെ പോലെ പാഞ്ഞു നടക്കുന്ന ശ്രുതിനെ കാണാണ്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. എല്ലാവർക്കും ടെൻഷൻ, ശ്രുതിക്കുന്നെങ്കിൽ ടെൻഷൻ, അച്ഛനും അമ്മത്തശ്ശിക്കും എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ മാല കോർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് രേവതിയുടെ അടുത്തേക്ക് ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട്, രേവതി എന്ന് വിളിക്കും. അപ്പം എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, ശ്രുതി വരണമെങ്കിൽ നീ എന്നെ അറിയിക്കിട്ടാന്ന് പറഞ്ഞപ്പോൾ രേവതി അമ്മ പെട്ടെന്ന് പറയുന്നുണ്ട്, അതെ എന്താന്ന് ചോദിക്കും. ശ്രുതി വന്നാൽ ഞങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞപ്പോൾ അത് അവൾ അറിയുള്ളൂ, നീ പറയണ്ട, നീ മാല കെട്ടുന്ന പണി, നീ മാല കെട്ടി ഭംഗിയില്ലെങ്കിൽ അത് നീ തന്നെ കഴുത്തിലിട്ട് നടക്കേണ്ടി വരും, നീ നിന്റെ പണി നോക്കുന്ന പറഞ്ഞ് അപമാനിക്കുന്നുണ്ട്. ദേവു അമ്മനെ വഴക്ക് പറയുന്നത്, അമ്മ എന്തിനാ ആ സ്ത്രീയോട് സംസാരിക്കാൻ പോണേന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതേ സമയം തന്നെ ഒരു കണക്കിന് ശ്രുതി എത്തുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ വീണ്ടും വീണ്ടും നവീൻ വിളിക്കുന്നൊക്കെ ഉണ്ട്. ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. മീരാണെങ്കിൽ ഒരുപാട് തവണ പറയുന്നുണ്ട്, നീ സമാധാനപ്പെട്ട് പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ്. ആ സമയത്ത് പെട്ടെന്ന് രേവതിനെ കാണുന്നത്, ശ്രുതി വരുന്നത്. രേവതി ദേവുവിനോട് പറയും, നീ ചെന്ന അമ്മനോടൊന്ന് പറയും ശ്രുതി വരുന്നുണ്ടെന്ന്. അങ്ങനെ ശ്രുതിനെ കാണാണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദേവ് ഓടിച്ചെന്ന് ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ എന്താന്ന് ചോദിക്കും. ഇതേ പെണ്ണ് വന്നെന്ന് പറഞ്ഞപ്പോൾ അതേ സന്തോഷം, പിന്നെ ഭയങ്കര സന്തോഷമാവും. ദേവുവിനോട് വരെ നല്ല സ്നേഹത്തോടെ ചിരിച്ച് ബായോ എന്നാന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അതിനുശേഷം മോളെ നീ എന്ത് പണി ചെയ്തത്, എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നു, ആകെ വിഷമിച്ച് ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നല്ലോ മോളെ, നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ മേക്കപ്പ് ചെയ്യാൻ വൈകിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കിന് മീര ഓരോ നുണകളൊക്കെ തട്ടി വിടുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി വന്നിട്ട് പറയും, അതെ നീ ഇത് എത്ര നാൾ ഒളിച്ചു വയ്ക്കും, നീ എന്തായാലും നാളെ ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്ത് വരില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും അവൻ ഞെട്ടി നിൽക്കുന്നുണ്ട്. മുത്തശ്ശി എന്തേ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി ഞാൻ എന്തോ വിളിച്ചു വെച്ചെന്നാ പറയണേ. അതെ നിന്റെ അച്ഛനോട് ഈ കല്യാണ കാര്യം പറഞ്ഞോ, ഒരു കൂട്ടുകാരനെയും കൊണ്ട് ഒരു കല്യാണം കഴിക്കാൻ വരും, ഇത് എവിടത്തെ മര്യാദ? ഇനി നിനക്ക് അച്ഛൻ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ വേണ്ട, നിനക്ക് ബന്ധുക്കളില്ലേ, ഞങ്ങളൊക്കെ ഇത്തിരി ആളും കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് രവിയും പറയുന്നുണ്ട്. അതെ ഞങ്ങളും കുറച്ച് ബന്ധുക്കളൊക്കെ വിളിച്ചല്ലോ മോൾ, ഇത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അച്ഛനെ വിളിക്കാമെന്ന് നമ്മുടെ ചന്ദ്ര ശ്രുതിനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവൾ വിളിക്കാഞ്ഞത്, അവർ തമ്മിൽ ഭയങ്കര വഴക്കാണ്, അവർ ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ശ്രുതിയുടെ ന്യായം പറയുന്നുണ്ട്. അതെ അതൊന്ന് ശ്രുതിയും പറയുന്നു. ശരി താലികെട്ട് കഴിഞ്ഞാലെങ്കിലും അച്ഛനെ വിളിച്ച് അനുഗ്രഹം മേടിക്കണം കേട്ടാന്ന് പറഞ്ഞപ്പോൾ അതെ രണ്ടുപേരും വിളിച്ചിരിക്കുമെന്ന് ചന്ദ്രയും പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതിക്കും ഓരോ റൂം എടുത്തിട്ടുണ്ട് ഡ്രസ്സ് മാറാൻ. അങ്ങനെ ചന്ദ്ര റൂം എടുത്ത് കൊടുക്കുന്നു, റൂമിൻ്റെ താക്കോൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് രേവതിയുടെ അമ്മ നീന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല, നിന്നെ കാത്തിരിക്കരുത് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞത് ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ പറഞ്ഞപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല അമ്മേ എന്നും പറഞ്ഞ് ശ്രുതി ഡ്രസ്സ് മാറാൻ പോകും. അതിന് മുന്നേ ശ്രുതിനെ കാണുന്നുണ്ട്. ശ്രുതിനെ കാണുമ്പോൾ ശ്രുതി ഓടിച്ചെന്ന് ശ്രുതിനെ കൈപിടിച്ച്, നിന്നെ എത്ര നേരമായി കാത്തിരിക്കണേ, നീ എവിടെയായിരുന്നു, നീ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, നിന്നെ കാണാൻ മുഖത്ത് തന്നെ നോക്കിയിരിക്കാമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആകെ ഇങ്ങനെ ഒരു തരം പ്രണയത്തോടെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ശ്രുതിക്കാണെങ്കിൽ അതൊന്നും ആസ്വദിക്കാൻ പറ്റണില്ല. ആ സമയത്ത് അച്ഛൻ വന്ന് ശ്രുതിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മോളെ അവനോട് പിന്നെ സംസാരിക്കാം, മോള് പോയി ഡ്രസ്സ് മാറുമെന്ന് പറഞ്ഞ് ശ്രുതി പോണ വഴിക്ക് ശ്രുതി വേഗം വരാട്ടാന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തോടെ അച്ഛനും പോകും.